ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. അയില ഫിഷാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ സൈസിലുള്ള അയിലയാണ് കിട്ടിയത്. ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഞാൻ ഈ ഫിഷ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വന്നാൽ 2 വറ്റൽമുളക് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാണ്. എന്നിട്ടാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇത്രയും ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. മുളക് പൊടി ഡയറക്റ്റ് ഈ ചൂടായ എണ്ണയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ നല്ല ചൂടായിരിക്കുന്ന ചട്ടിയുടെ ആ ചൂടൊന്ന് കുറഞ്ഞ ശേഷം വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ മീൻ പീസസ് മിക്സ് ചെയ്ത് വെച്ചതിലും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചേർത്തിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മിച്ച് ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എരിവിൻ്റെ അളവൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേഗം തന്നെ ഇത് ചൂടായ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ചേർത്തു. എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം വരുന്ന പുളിയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാനിപ്പം ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒത്തിരി പുളി ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എരിവും പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന പുളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം എണ്ണയിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആ ചൂടായിരിക്കുന്ന ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാതെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി എണ്ണയിൽ വാട്ടിയെടുത്താൽ മതി. അങ്ങനെ ചെയ്താലും പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോവില്ല. ചെറിയ ചൂടിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫിഷ് കറിയുടെ ഈ ചാറൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി. അതുകൊണ്ട് ഞാൻ ഈ ചാറൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണ് ഫിഷ് കറി വേണ്ടതെങ്കിൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതിലെ മീൻ ഉടഞ്ഞു പോവാതെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയിലെ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കാം.
കറി ഉണ്ടാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫിഷ് കറിയാണിത്. ഈ മൺചട്ടിയിലിരുന്ന് ചാറൊക്കെ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഈ ടേസ്റ്റി ആൻഡ് ഈസി ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.